എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരാളെ വരച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. യാത്ര പോകുന്ന സമയത്തൊക്കെ ആർട്ടിസ്റ്റുകൾ വഴി പോകുന്ന ആളുകളെയെല്ലാം പെട്ടെന്ന് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വേഗം വരയ്ക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊരാളെയും പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ലൂമിനൻസ് മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഏതൊരാളെയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് മെസ്സിയാണ് വരയ്ക്കാവുന്നത്. വരയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പടം വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും എല്ലാം തന്നെ സ്ഥാനങ്ങൾ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ സ്ഥാനങ്ങളെല്ലാം ഈ മെത്തേഡിലൂടെ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്ന ആളുകൾക്ക് വളരെ ഫാസ്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ലൂമിനൻസ് മെത്തേഡ്. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവും ഈ പടം ഒരു കൃത്യമായി നമുക്ക് വരച്ചെത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയം മാറിക്കിട്ടുന്നതാണ്. വരയ്ക്കാൻ അറിയുന്ന എല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരുപാടധികം സമയം നമ്മുടെ ചിലവാകുന്നതാണ്. എന്നാൽ നമ്മുടെ ഈ ലൂമിനൻസ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ വളരെയധികം ഫാസ്റ്റായിട്ട് നമുക്ക് വരച്ച് തീർക്കാവുന്നതാണ്. നമുക്കൊരു പെട്ടെന്നൊരു ഷോപ്പിലോ അല്ലെങ്കിൽ തന്നെ ഒരു വഴിയോരത്തോ എല്ലാം വെച്ചിട്ട് തന്നെ നമ്മൾ പടം വരച്ച് കൊടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരെല്ലാം യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ വരയ്ക്കുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. ഒരിക്കലും തന്നെ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ഹാൻഡായിട്ട് പിന്നീട് വരയ്ക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ അത്തരത്തിലുള്ള ആളാണെങ്കിൽ അതിൽ നിന്നും മാറാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ വേണ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഫോട്ടോ വരയ്ക്കുന്നത് ഒരു മൊബൈലിൽ നോക്കിയാണ് ഈ ഫോട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഓരോ ലൈനുകൾ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വരച്ച് പ്രാക്ടീസുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അധികം ലൈനുകൾ യൂസ് ചെയ്യാത്തത്. അവരവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ട് ലൈനുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് റൊണാൾഡോനെ ആയിരുന്നു. അതൊരു കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്ന വീഡിയോ. അത് ഞാൻ ഫ്രീ ഹാൻഡായിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐബ്രോ വരച്ചതിന് ശേഷം നമ്മൾ ഐലൈൻ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐലൈൻ മാർക്ക് ചെയ്യാം. ഒരു ഫേസിൽ ഏറ്റവും മനോഹരമായിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കണ്ണുകൾ. ആ കണ്ണുകൾ വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് നമുക്ക് വരയ്ക്കേണ്ടത്. തുടക്കക്കാരായ കുട്ടികൾ ഒരിക്കലും വില കൂടിയ പെൻസിലുകൾ ഉപയോഗിച്ച് പൈസ കളയരുത്. 5 രൂപ മാത്രം വില വരുന്ന ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പെൻസിൽ ഉപയോഗിച്ചിട്ടും വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ ഒരുപാടെണ്ണം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം ഔട്ട്ലൈനൊക്കെ എല്ലാം വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് ഡ്രോയിങ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം.